വെൽക്കം ബാക്ക് ടു കുലിനറി ഡിലൈറ്റ് ബൈ വഫിക. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ കല്ലുമ്മക്കായ ഫ്രൈ ആണ്. നേരെ ഈ വീഡിയോയിലേക്ക് പോവാം. കല്ലുമ്മക്കായ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു. അതായത് ജസ്റ്റ് ഒന്ന് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് വേവിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ബാക്കി ഇനി നമുക്ക് ഇവിടുന്ന് തയ്യാറാക്കാം. അപ്പോൾ അതാ 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. ഒന്ന് മീഡിയം സൈസും ഒന്ന് വലുതുമാണ്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്യുക. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി, ഓവറായിട്ട് കട്ട് ചെയ്യണ്ട. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വലിയ സൈസ് 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതാ എന്നാലും ചോപ്പറിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മേൽഭാഗമുള്ള സാധനം എന്തായാലും കളയാൻ മറക്കരുതേ. എന്നിട്ട് അടുത്ത ഉള്ളി ഞാനിവിടെ ഇങ്ങനെ ഒരു ചെറിയ പീസായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ ചോപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ചോപ്പറിലിട്ട് നന്നായി ഇതാക്കുന്നുണ്ട്. ചോപ്പറിലിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേഗമാവും. നല്ലോണം കണ്ടറിയുന്നുണ്ട്. നല്ല സ്ട്രോങ് ഉള്ള ഉള്ളിയായിരുന്നു. ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് ചോപ്പ് ചെയ്ത്. അപ്പോൾ ഇതാ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ണീരിൽ നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 3 അല്ലി എടുക്കുന്നുണ്ട്. കുറച്ച് വലിയ സൈസ് ആയതിനെ കൊണ്ടാണ് ഞാൻ 3 അല്ലി എടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടിയില്ലേ, ഞാൻ നന്നായി പീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പകുതിയിൽ വെച്ച് ഞാൻ നിർത്തി, കണ്ണരിഞ്ഞിട്ട് ഉള്ളീൻ്റെ ഏരിയയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ഇതാ റെഡി. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ഇതാ ഇഞ്ചി ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തതിന് ശേഷം നമുക്കിതാ നല്ല നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ് കൊടുക്കാം ആദ്യം. അപ്പോൾ അതാ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് നല്ല നൈസിൽ ചോപ്പറിലിട്ട പോലെ അരിയണം. ചോപ്പറിലിട്ടാലും വിഷയമില്ല. അപ്പോൾ അതാ നമുക്കൊന്ന് ഞാനത് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ സ്ക്വയർ ഷേപ്പിൽ എല്ലാവരും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കരിവേപ്പിലയും വേണം. ഇനി ഒരു കടായി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തതാ ചോറും റെഡിയാണ്. അപ്പോൾ അത് ചൂടായി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇതിതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നാൽ തന്നെ നമുക്ക് വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ നന്നായി വഴണ്ടി വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നന്നായി വഴണ്ടി വന്നാൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ ആദ്യം 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ അതാ പിന്നെ നമുക്ക് വേണ്ടത് 1/2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ അല്ലെങ്കിൽ എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ. അപ്പോൾ എന്നിട്ട് നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം ഇളക്കി കൊടുക്കുക. മസാല ആയം കൊണ്ട് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ അത് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, അതായത് കല്ലുമ്മക്കായുടെ ഇറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഓൾറെഡി വേവിച്ചതുകൊണ്ട് ഒരുപാട് സമയം നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടിച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട്. അതെനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല. ഇത് മാത്രം മതി ചോറിന്, വേറെ ഒന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൽ 2 സാധനം കൂടി ഇടാനുള്ളൂ. അതായത് നമ്മുടെ മല്ലിച്ചപ്പ് ആൻഡ് കരിവേപ്പില.
കരിവേപ്പില. അപ്പോൾ നമുക്ക് കരിവേപ്പില ഒന്ന് ചെറുതായി മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിച്ചപ്പും ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായി മല്ലിച്ചപ്പും കരിവേപ്പിലയും വാടി വരുന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പത്തിരി, അതുപോലെ ചോറ്, നല്ല ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ ആയാലും മസ്റ്റ് ട്രൈ എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.